മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങൾ ഞാൻ ഞാൻ വന്നത് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കടുവയുടെ കഴുത്തിൽ കണ്ടെത്തിയ 4 മുറിവുകളാണ് മരണകാരണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ഈ മരണകാരണം എന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഇപ്പോഴും ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമായും ഈ കഴുത്തിൽ കണ്ട 4 മുറിവുകളാണ്, ഈ ആഴത്തിലുള്ള 4 മുറിവുകളാണ് മരണകാരണമെന്നാണ് ചീഫ് വൈൽഡ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ ഈ കണ്ടെത്തിയ നരഭോജി കടുവയുടെ ഈ നട്ടലും തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ആന്തരികമായും ചില രോഗങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പ്രമോദ് ജി കൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിൽ തന്നെ ഈ പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും മുടി കമ്മൽ തുടങ്ങിയ അവശിഷ്ടങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഈ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇപ്പോൾ പങ്കുവെക്കുന്നു. എന്തായാലും ഇന്നത്തോടെ വയനാട്ടിനെ ആകെ ഭീതിയിലാക്കിയ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടും വിവിധ പ്രദേശത്താകെ ഒരു ഭീതിയിലായിരുന്നു. അത് ഒഴിഞ്ഞു എന്നൊരു കാര്യം കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നു. എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നേതൃത്വത്തിലുള്ള വിവിധ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും വരുന്ന 3 ദിവസം ഈ മേഖലയിൽ മാനന്തവാടി നഗരസഭ മേഖലയിലെ 6 ഡിവിഷനുകളിൽ പ്രധാനമായും ജനകീയ തിരച്ചിൽ നടത്തുമെന്നൊരു തീരുമാനം കൂടി ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. കളക്ടർ SP ഈ സ്ഥലത്തെ DFOകളും തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ തന്നെ ഈ വരും 3 ദിവസം ഈ പ്രദേശത്ത് ഒരു ജനകീയ തിരച്ചിൽ നടത്തുമെന്ന ഒരു വാർത്തയും കൂടി ഈ യോഗത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ഒരു ജീവനെടുത്ത അല്ലെങ്കിൽ മറ്റൊരു വാർഡിന് നേരെ കുതിച്ചു ചാടിയ ഒരു നരഭോജി കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തിയൊരു ആശ്വാസ വാർത്ത ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ ഈ പ്രദേശത്ത് ഒരു ജനകീയ തിരച്ചിലാണ് ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പ്രധാനമായി തീരുമാനമായിരിക്കുന്നത്. അതേസമയം തന്നെ വയനാട് വീണ്ടും ഒരു വന്യജീവി ആക്രമണം നടന്നെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഈ കൽപ്പറ്റ ഭാഗത്ത് ഒരു പുലിയുടെ ആക്രമണം നടന്നെന്നാണ് ഇപ്പോൾ നിലവിൽ വയനാട് സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. വയനാട് മുട്ടിൽമലയിലാണ് ഇതുപോലെ ഒരു പുലിയുടെ ആക്രമണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പിണങ്ങോട് സ്വദേശി വിനീതിന് നേരെയാണ് ഇപ്പോൾ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ വിനീതിനെ ഇപ്പോൾ പ്രാഥമിക ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെയും ഒരു സംയുക്തമായി പരിശോധന നടത്താനായിരിക്കും ഈ വനവകുപ്പിന്റെ തീരുമാനം. എന്തായാലും വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ഒരു ആശങ്കയിലാക്കിയ വന്യജീവി ആക്രമണം അതിന്റെ പരിധി അത് കുറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ വയനാട് സംബന്ധിച്ചോളം പുറത്തു വരുന്നു. അതേസമയം തന്നെ പ്രദേശത്ത് 6 വാർഡുകളിലായി ഒരു ജനകീയ തിരച്ചിൽ നടത്തുമെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. വൃന്ദ, ശരി.